ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ എന്ന പദവി ഇനി ഷാരൂഖ് ഖാൻ അല്ല, അതിനി ദളപതിക്കുള്ളതാണ്. തന്റെ അവസാന സിനിമയ്ക്ക് ശേഷം പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ദളപതി ഈ ഒരു റെക്കോർഡും കൂടി സ്വന്തമാക്കിയാവും തന്റെ കളം വിടുക. തോൽവിയുടെ പടുകുഴിയിൽ നിന്നും വിജയ് പറന്നുയർന്നത് തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്കാണ്. അന്നത്തെ മുൻനിര താരങ്ങളുടെ സകല റെക്കോർഡുകളും തകർത്ത് തമിഴ് സിനിമാ വ്യവസായത്തിന്റെ രാജാവായി. ഇപ്പോഴിതാ ഇന്ത്യൻ സിനിമാ ലോകത്തിലെ ഹയസ്റ്റ് പെയ്ഡ് ആക്ടർ എന്ന റെക്കോർഡിന് ഒരുങ്ങുകയാണ്. ഹയസ്റ്റ് പെയ്ഡ് ആക്ടേഴ്സിൽ മൂന്നാമതായിരുന്നു വിജയുടെ സ്ഥാനം. ഷാരൂഖ് ഖാനും രജനികാന്തുമാണ് ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ. ബാലതാരമായി സിനിമയിലെത്തിയ വിജയ് ഇന്ന് തമിഴ്നാടിന്റെ മാത്രമല്ല തെന്നിന്ത്യയുടെ തന്നെ പ്രിയപ്പെട്ട താരമാണ്. വിജയ് സിനിമകൾ തിയേറ്ററിലേക്ക് എത്തുമ്പോൾ കേരളത്തിലടക്കം ആരാധകർ അക്ഷമയോടെയാണ് കാത്തിരിക്കാറുള്ളത്. 70-നടുത്ത് സിനിമകളിൽ ഇതുവരെ അഭിനയിച്ച വിജയ് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ വിജയ സിനിമകളുടെ ഭാഗമായ നടന്മാരിൽ ഒരാൾ കൂടിയാണ്. സംവിധായകനും വിജയുടെ പിതാവുമായ എസ്.എ. ചന്ദ്രശേഖരൻ സംവിധാനം ചെയ്ത നാളെയ തീർപ്പ് എന്ന ചിത്രത്തിലാണ് വിജയ് ആദ്യമായി നായകനായി എത്തുന്നത്. തുടക്കകാലത്ത് 5000 രൂപയാണ് നടൻ പ്രതിഫലമായി വാങ്ങിയിരുന്നത്. എന്നാൽ താൻ അഭിനയിച്ച ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതോടെ ഓഫറുകളും ധാരാളമായി എത്തി. പിന്നീട് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ലാത്ത വിജയ് ബോക്സ് ഓഫീസുകൾ ഹിറ്റാക്കി മുന്നേറുകയായിരുന്നു. അച്ഛന്റെ ചിത്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതിരുന്ന വിജയ് പിന്നീട് പ്രേക്ഷകരുടെ പൾസ് മനസ്സിലാക്കി തന്റെ വഴി ആക്ഷനിലേക്ക് മാറ്റുകയായിരുന്നു. തമിഴിന്റെ ഇളയ ദളപതിയിൽ നിന്ന് ദളപതിയായി ഉയരുന്ന സമയത്ത് വിജയ് തന്റെ പ്രതിഫലവും വർദ്ധിപ്പിച്ചു. 100 മുതൽ 150 കോടി വരെയായിരുന്നു തന്റെ കരിയറിലെ സുവർണ കാലത്ത് വാങ്ങിയിരുന്നത്. വിജയ് യുവാക്കളുടെ മാത്രമല്ല സ്ത്രീകളുടെയും കുടുംബ പ്രേക്ഷകരുടെയും വരെ മനസ്സ് കവരുന്ന നടനായി മാറുകയായിരുന്നു പിൽക്കാലത്ത്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത മാസ്റ്ററിലാണ് ആദ്യമായി വിജയ് തന്റെ പ്രതിഫലം 100 കോടിയിലേക്ക് എത്തിച്ചത്. അടുത്ത ചിത്രമായ വാരിസിൽ 120 കോടി വാങ്ങിയ വിജയ് അവസാനം റിലീസായ ലിയോ എന്ന ചിത്രത്തിന് 150 കോടി രൂപയാണ് വാങ്ങിയത്. കോളിവുഡിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടനായി ചുരുങ്ങിയ കാലയളവിൽ മാറിയ വിജയുടെ സ്വത്തുമൂല്യവും ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പുതിയ കണക്ക് പ്രകാരം വിജയ്ക്ക് 600 കോടിയുടെ ആസ്തിയുണ്ട്. കോളിവുഡിൽ പ്രതിഫലം വാങ്ങുന്ന നടൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള നടനുമാണ് വിജയ്. രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സിനിമയിൽ നിന്ന് വിടവാങ്ങുന്നുവെന്ന് വിജയ് വ്യക്തമാക്കിയത്. കരാർ ഒപ്പിട്ട ചിത്രങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അഭിനയം നിർത്തുമെന്നും മുഴുവൻ സമയവും രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെക്കുമെന്നും വിജയ് പറഞ്ഞിരുന്നു. വെങ്കട് പ്രഭു സംവിധാനം ചെയ്യുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ് വിജയ് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ ചിത്രം. വിജയുടെ അവസാന ചിത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ചിത്രത്തിനായി വിജയ് റെക്കോർഡ് പ്രതിഫലം വാങ്ങുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട്. 150 കോടി മുതൽ 250 കോടി വരെയാണ് ഷാരൂഖ് ഖാന്റെ പ്രതിഫലമെങ്കിൽ 250 കോടിക്ക് മുകളിലാണ് വിജയുടെ പ്രതിഫലം. ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന അഭിനേതാവ് എന്ന റെക്കോർഡ് വിജയ്ക്ക് സ്വന്തമാകും. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ആരാധകരെ ആവേശത്തിലാഴ്ത്തിയെങ്കിലും സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്ന പ്രഖ്യാപനം കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തമിഴക വെട്രി കഴകം എന്ന് പേരിട്ടിരിക്കുന്ന പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ മുൻകൈയെടുത്തത് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കത്തിലെ അംഗങ്ങളാണ്. രാഷ്ട്രീയം ഒരു വിശുദ്ധ ജോലിയാണ്, അതിനായി മുഴുവൻ സമയവും ചെലവഴിക്കും എന്നൊക്കെയാണ് വിജയുടെ പ്രഖ്യാപനം. താരങ്ങളുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട്ടിൽ പുതിയൊരു വിഷയമല്ല, പക്ഷേ പിടിച്ചു നിൽക്കുമോ എന്നത് വലിയൊരു വിഷയം തന്നെയാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനമൊക്കെ സോഷ്യൽ മീഡിയയിലെ ചൂടുപിടിച്ച ചർച്ചകളിൽ ഒന്നായിരുന്നു. എന്തായാലും വിജയ് എന്ന നടനേക്കാൾ വിജയ് എന്ന അരശിയൽവാദി എത്ര മികവുറ്റനാകുമെന്നൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം.